ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും വാർത്തകൾ വരുന്നുണ്ട്. 3 പ്രതികളെയും ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. തസ്ലിമ സുൽത്താനെയും ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയെയും മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം എക്സൈസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മാത്രമല്ല ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ തസ്ലീമയുടെ പേരൊക്കെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യലിന് കുറച്ചുകൂടി ഒരു വലിയ മാനം വരികയാണ് കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും എക്സൈസിന്റെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയാവുകയും അത് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ പ്രസക്തി കുറച്ചുകൂടി വർദ്ധിക്കുന്നു. കാരണം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ തുടർന്നാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് വീണ്ടും ഈ ലഹരി കേസിലേക്ക് ഉയർന്നു വരികയും പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലാവുകയും അദ്ദേഹം ഒടുവിൽ കൂടുതലൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് നേരത്തെ തന്നെ എക്സൈസ് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തസ്ലിമ സുൽത്താനയുടെ ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തെയും ഇപ്പോൾ ജയിലിലുണ്ട്. ഈ 3 ആളുകളെയും, കൂട്ടാളിയായ ഫിറോസ്, തസ്ലിമ, ഭർത്താവ് സുൽത്താൻ, ഈ 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എക്സൈസ്. ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. സംസ്ഥാന എക്സൈസ് കമ്മീഷൻ ആലപ്പുഴയിൽ എത്തി ഇക്കാര്യങ്ങളിൽ ഒരു മേൽനോട്ടം വഹിക്കും എന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അതനുസരിച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് കടക്കുക. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.